ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും ഹബീസ് ടീച്ചിങ് വേൾഡിൻ്റെ പുതിയൊരിടയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, സിമ്പിൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് 7th സ്റ്റാൻഡേർഡിൻ്റെ ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ് എന്ന് പറയുന്ന ഹെലൻ കെല്ലറിൻ്റെ ഒരു ഓട്ടോബയോഗ്രഫി എന്നെടുത്ത് ചെറിയൊരു പോർഷൻ ആയിരുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അത് നമ്മൾ ഇന്നലെ കംപ്ലീറ്റ് ചെയ്തു. നൗ വി ആർ ഗോയിങ് ടു ദ ആക്ടിവിറ്റീസ്. സോ നമുക്ക് എന്ത് ചെയ്യാം, ആക്ടിവിറ്റീസിലോട്ട് പോവാം. ഫസ്റ്റ് ആക്ടിവിറ്റി നോക്കാം. Baby is trying to list out the events in the early life of Helen Keller, but he is not able to put them in order. Read the passage once again and help him write the following in the correct order. ദേവ് എന്ന് പറയുന്ന ഒരു കുട്ടി ഈ ഒരു ഹെലൻ കെല്ലറിൻ്റെ മുമ്പുള്ള ഒരു ലൈഫ് നേരെയുള്ള ആ ഒരു കഥ നേരെയുള്ള ഒരു ഓർഡറിൽ വെക്കാൻ നോക്കുകയാണ്. പക്ഷേ അത് അവനെ കൊണ്ട് സാധിക്കുന്നില്ല. അതിന് നമ്മളും കൂടെ സഹായിക്കണം. അതാണ് നമ്മുടെ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. സോ ഈ ജംബിൾഡ് ഓർഡറിൽ തന്നിരിക്കുന്നത് ഞാൻ വായിക്കാം. സോ Helen started walking the day she became a year old. Helen learned the word water in early months. There was a heated discussion on naming the baby. Helen was the first baby in the family. Helen fell ill. Mildred Campbell was the name suggested for the baby. Okay, now let's go to the correct order. So, first, Helen was the first baby in the family. Second, there was a heated discussion on naming the baby. Third, Mildred Campbell was the name suggested for the baby. Fourth, Helen learned the word water in the windhead early months. Fifth, Helen started walking the day she became a year old. Sixth, Helen fell ill. So, this is the correct order. Now let's go to the activity 2. Choose another suitable title from the options given below for the passage. You may also give one of your own. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് 3 ടൈറ്റിൽസ് തന്നിട്ടുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടൈറ്റിലും കൂടി ചേർക്കുക. അതിൻ്റെ കാരണവും എഴുതുക. സോ I will give the title Memories. It because I like the name because Helen's autobiography had full of happy and sad events takes place in her life. അതായത് അവളുടെ ജീവിതത്തിൽ ആ ഒരു കഥയില്ല. എനിക്ക് ഈ ഒരു പേര് ഇഷ്ടപ്പെട്ടു. കാരണം അവളുടെ ഒരു ഓട്ടോബയോഗ്രഫി, അവളുടെ ഒരു എന്തുവാ ആ ആത്മകഥയിൽ മൊത്തത്തിൽ കുറേ വിഷമങ്ങളും കുറേ സന്തോഷങ്ങളും ഒക്കെ ഉള്ള ഉൾക്കൊള്ളുന്നുള്ള ഒരു ഓട്ടോബയോഗ്രഫിയാണ് അവളുടേത്. സോ ഐ ലൈക്ക് ദ നെയിം മെമ്മറീസ്. ഓക്കെ, നൗ നമുക്ക് ഈ 3-ൽ ഒരെണ്ണം സജസ്റ്റ് ചെയ്യാം. ദ ക്വൈറ്റ് ഫോർ എ നെയിം, അൺഫോൾഡിംഗ് ഗ്രീഫ്, സീസൺസ്. ഏതാണ് എനിക്കിഷ്ടം? ഐ ലൈക്ക് ദ അൺഫോൾഡിംഗ് ഗ്രീഫ്. ഓക്കെ, ഐ വിൽ സജസ്റ്റ് അൺഫോൾഡിംഗ് ഗ്രീഫ്. Which name you will suggest from these 3 options? So next, third activity ലോട്ട് പോവാം. ഇവിടെ സീസൺസ് സ്പ്രിങ്, സമ്മർ, ഓട്ടം, വിന്റർ. ഇതിൽ എന്തൊക്കെയാണ്? സോറി, ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാൻ മറന്നുപോയി. Some seasons are mentioned in the passage. Write their names and futures in the columns given below. എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 സീസൺസ് ഇതിൽ 4 സീസൺസ് ഇതിൽ തന്നിട്ടുണ്ട്. സോ നമ്മുടെ കഥയിൽ 4 സീസൺസ് തന്നിട്ടുണ്ട്. ആ ഒരു കഥയുമായിട്ട് ബന്ധപ്പെട്ട കഥയിൽ എന്തെല്ലാം പ്രത്യേകതകൾ അതിൽ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് എഴുതുക. ഓക്കെ, സോ സീസൺസ്, ഫ്യൂച്ചേഴ്സ്. ഓക്കെ, ഇവിടെ ഫ്യൂച്ചേഴ്സ് എഴുതുക, ഇവിടെ സീസൺസ് എഴുതാം. സ്പ്രിംഗ്, സമ്മർ, ഓട്ടം ആൻഡ് വിന്റർ. ഇതൊക്കെയാണ് നമ്മുടെ 3 സീസൺസ്. നെക്സ്റ്റ്, സ്പ്രിംഗിൽ നോക്കുകയാണെങ്കിൽ ദ റോബിൻ ആൻഡ് മോക്കിംഗ് ബേർഡ് സിംഗ് മെലോഡിയസ് സോങ്. മെലോഡിയസ് മീൻസ് മധുരമുള്ള, സ്വീറ്റർ ആയിട്ടുള്ള ഒരു പാട്ട് റോബിനും മോക്കിംഗ് ബേർഡും കൂടെ പാടും. നെക്സ്റ്റ്, സമ്മർ, ബ്ലൂമിംഗ് റോസസ് ആൻഡ് ഫ്രൂട്ട്സ്. ഫ്രൂട്ട്സും റോസസും ഒക്കെ വിരിയും. അതേപോലെ തന്നെ ഓട്ടം, ഗോൾഡൻ ഫ്രൂട്ട്സ് ആൻഡ് ഷെഡിംഗ് ലീവ്സ്. പഴങ്ങളെല്ലാം പഴുത്ത് ഗോൾഡൻ കളറാവും. അതേപോലെ തന്നെ ഇലകളെല്ലാം കൊഴിയും. വിന്റർ, ഫെബ്രുവരി മിഡിൽ ഓഫ് വിന്റർ ഇൽനെസ് അക്വേർഡ്. അവൾക്ക് ആ ഒരു അസുഖം വന്നത് ഫെബ്രുവരിയുടെ മിഡിൽ, അതായത് വിന്ററിൻ്റെ മിഡിലാണ്.
Okay, next activity 4. How many seasons do we have in India? Collect pictures and photographs of how nature looks in different seasons. ഇന്ത്യയിൽ എത്ര സീസൺസ് ഉണ്ട്, അതേപോലെ തന്നെ അതിൻ്റെ പിക്ചേഴ്സ് കളക്ട് ചെയ്ത് അതിലൊരു മാഗസിൻ ഉണ്ടാക്കുക. നെക്സ്റ്റ് 5th, ഇവിടെ ഞാൻ ഇതിൻ്റെ പേര് മാത്രമേ എഴുതിയിട്ടുള്ളൂ കേട്ടോ. സ്പ്രിംഗ് വസന്തകാലം, സമ്മർ വേനൽക്കാലം, മൺസൂൺ എന്താണ് മഴക്കാലം, അതേപോലെ ഓട്ടം ശൈത്യകാലം, വിന്റർ മഞ്ഞുകാലം. ഓക്കെ, നെക്സ്റ്റ് 5th. Imagine you are a news reporter and you have got an opportunity to talk to Helen Keller's mother, Kate Keller. Helen Keller's അമ്മയുടെ പേരാണ് Kate Keller. Okay. What questions would you like to ask her? നിങ്ങളൊരു ന്യൂസ് റിപ്പോർട്ടറാണെന്ന് വിചാരിക്കുക. നിങ്ങൾക്കൊരു ഹെലൻ കെല്ലറിൻ്റെ മദറായ കേറ്റ് കെല്ലറിനോട് സംസാരിക്കാൻ ഒരു അവസരം കിട്ടിയെന്ന് വിചാരിക്കുക. നിങ്ങൾ എന്തെല്ലാം ക്വസ്റ്റ്യൻസ് ആയിരിക്കും അവളുടെ കൂടെ ചോദിക്കുക. സോ ലെറ്റ്സ് ലുക്ക്. സോ ക്വസ്റ്റ്യൻസ് നോക്കാം. ഹൗ ഡിഡ് യു ഫീൽ വെൻ യു ഫസ്റ്റ് റിയലൈസ് ദാറ്റ് ഹെലൻ ഹാഡ് ലോസ്റ്റ് ഹെർ സൈറ്റ് ആൻഡ് ഹിയറിംഗ്? ഓക്കെ, സൈറ്റ്, സ്പീച്ച് ആൻഡ് ഹിയറിംഗ് എന്നാണ്. സോ അതായത് ഹെലന് നിങ്ങൾ എങ്ങനെ നിങ്ങൾ എന്താ പറയുക ഫീൽ ചെയ്തു, അതായത് ഹെലന് കാഴ്ചയും അതേപോലെ തന്നെ സ്പീച്ചും സംസാരവും അതേപോലെ ഹിയറിങ്ങും ഒക്കെ നഷ്ടപ്പെട്ടപ്പോൾ, കേൾവിയും സംസാരവും കാഴ്ചയും നഷ്ടപ്പെട്ടപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ അത് കേട്ടപ്പോൾ എന്താണ് നിങ്ങൾക്ക് തോന്നിയത്? അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് സെക്കൻഡ്, ഹൗ ഡിഡ് യു ഓവർകം ദ സിറ്റുവേഷൻ? എങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു സാഹചര്യം എന്ത് ചെയ്തത്, ഓവർകം ചെയ്തത്, തരണം ചെയ്തത്? ഓക്കെ. Next, as a mother, how did you help Helen to return to her earlier life? അവളെ പഴയ പോലെ ഒരു ജീവിതത്തിലേക്ക് നിങ്ങൾ ഒരു മദർ എന്ന നിലയ്ക്ക്, ഒരു അമ്മ എന്ന നിലയ്ക്ക് നിങ്ങൾ എങ്ങനെയാണ് കൊണ്ടുവന്നത്? നെക്സ്റ്റ്, how do you think of finding a teacher to Helen? എങ്ങനെയാണ് എന്തുകൊണ്ടാണ് നിങ്ങൾ ഹെലന് ഒരു ടീച്ചറിനെ വെക്കാം എന്ന് തീരുമാനിച്ചത്? നെക്സ്റ്റ്, അഞ്ചാമത്തത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. What was your advice to the people who are suffering from situations like Helen Keller? നിങ്ങൾക്ക് എന്താണ് ഒരു അഡ്വൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മുൻകരുതൽ, എന്തൊരു ഉപദേശമാണ് കൊടുക്കാനുള്ളത്? ഇതേപോലെ ഹെലൻ കെല്ലറിൻ്റെ ഒരു സിറ്റുവേഷൻ ഹെലൻ കെല്ലറിൻ്റെ ആ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നവരോട്. സോ ഓക്കെ, ടുഡേയ്സ് ക്ലാസ് ഈസ് ഓവർ. സോ ഹെലൻ കെല്ലറിൻ്റെ ചാപ്റ്ററും അതേപോലെ തന്നെ ആക്ടിവിറ്റീസും ഒക്കെ തീർന്നിട്ടുണ്ട്. എന്നാലും നമ്മൾക്ക് നാളെ എന്ത് ചെയ്യാം, ഹെലൻ കെല്ലറിൻ്റെ പ്രൊഫൈല് പഠിക്കാം. പ്രൊഫൈല് ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട്, അത് ഞാൻ പറ്റുവാണെങ്കിൽ പിൻ ചെയ്യാം കേട്ടോ. സോ ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.